പലരും വിചാരിച്ചിരിക്കുന്നത് ഈ തറാവീഹ് നമസ്കാരം പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്, ഞങ്ങൾ സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ടാകും. അങ്ങനെയല്ല, സ്ത്രീകളും പുരുഷന്മാരും രോഗികളായ ആളുകൾ പറ്റുമെങ്കിൽ അവരും ചെറിയ കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരും നിസ്കരിക്കൽ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് ഈ തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ചില ആളുകൾ 8 റക്അത്ത് നിസ്കരിക്കും, ചില ആളുകൾ 12 റക്അത്ത് നിസ്കരിക്കും, ചില ആളുകൾ 20, ചിലർ 24, ചില ആളുകൾ 32. പലരും പല രൂപത്തിലാണ് നിസ്കരിക്കാറുള്ളത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ അടിസ്ഥാനത്തിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കരിക്കുന്നത് 20 റക്അത്താണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, ഇതുപോലുള്ള മഹത്തുക്കളായ സ്വഹാബിമാരൊക്കെ 20 റക്അത്ത് നമസ്കാരമാണ് അവരൊക്കെ നിസ്കരിച്ചു പോകുന്നത്. നമ്മൾ ആ പാതയിൽ 20 റക്അത്ത് ഇൻഷാ അല്ലാഹ് തറാവീഹ് നമസ്കരിക്കുകയാണ്. ഇനി ഇതൊക്കെയാണ് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷനായി മുഖദ്ദിമയായി പറയാനുള്ളത്. ഈ തറാവീഹ് നമസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. തറാവീഹ് നമസ്കാരം പകലിലല്ല നിസ്കരിക്കേണ്ടത്, രാത്രിയിലാണ്. എപ്പോ, എവിടെ? ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കാരത്തിന് മുമ്പ് വരെയുള്ള ടൈമിലാണ് ഈ തറാവീഹ് നമസ്കാരം നിസ്കരിക്കേണ്ടത്. തറാവീഹ് നമസ്കാരം സുന്നത്താണ്, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. എന്നാൽ ചില ആളുകൾ ഇശാ നിസ്കരിക്കും, എന്നിട്ട് പിന്നെ തറാവീഹ് നിസ്കരിക്കും. അങ്ങനെയല്ല, ഇശാ നിസ്കരിച്ചിട്ട് ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതാണ് തറാവീഹ് നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ചില ആൾക്കാർ അത് ഉപേക്ഷിക്കും. ഇശായൊക്കെ നിസ്കരിച്ചൊന്ന് പുറത്തൊക്കെ വന്നിച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് മൂത്രമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കാലൊക്കെ നനച്ചിട്ട് വരുമ്പോൾ അവിടെ തറാവീഹ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും, പുറകെ പോയി തുടരുന്നു. അങ്ങനെയല്ല, ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷം ഉമ്മമാര് വീട്ടിലാണെങ്കിൽ അവരും ശ്രദ്ധിക്കണേ, ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും കൂടി കഴിഞ്ഞിട്ടാണ് തറാവീഹ് നമസ്കാരം തുടങ്ങേണ്ടത്. ഇനി തറാവീഹ് നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും ഉണ്ടോ? ഇല്ല. തറാവീഹ് നമസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും ഇല്ല. വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാർ, അത് ഏത് ഫർള് നിസ്കാരമാവട്ടെ, അവർ നിസ്കരിക്കുമ്പോൾ അവിടെ ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫർള് നിസ്കാരത്തിന് മുമ്പ് ഇക്കാമത്ത് കൊടുത്താൽ മതി. ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷന്മാർ, അവർക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്തും ഉണ്ട്. ഇനി സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, അവർ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാവട്ടെ ജമാഅത്തായി നിസ്കരിക്കുന്നവരാവട്ടെ, സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതിനു മുമ്പ് ബാങ്കും ഇക്കാമത്തും ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ മയ്യിത്ത് നിസ്കാരം അത് ജമാഅത്തായിട്ട് നിസ്കരിക്കട്ടെ ഒറ്റക്ക് നിസ്കരിക്കട്ടെ, അവിടെ നമ്മൾ ബാങ്കും ഇക്കാമത്തും കൊടുക്കാറില്ല. എന്നതുപോലെ തന്നെ നമ്മൾ തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ടാവട്ടെ ഒറ്റക്കാവട്ടെ, വീട്ടിൽ ഉമ്മമാർ ഒറ്റക്കാവട്ടെ അല്ലെങ്കിൽ പള്ളി ജമാഅത്തായി നിസ്കരിക്കട്ടെ, അവിടെ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ട ആവശ്യം ഇല്ല.